Hi all. Yesterday we discussed about income tax introduction and history and about CBDT. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ നിങ്ങളോട് ഒരു ഡിസ്കഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഹു ഓർ ഹൗ ഫിക്സ് ഇൻകം ടാക്സ് റേറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ പലരും സെൻട്രൽ ഗവൺമെൻറ് പല ആൻസേഴ്സ് പറഞ്ഞിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം സെൻട്രൽ ഗവൺമെൻറ് ശരിയൊക്കെ തന്നെയാണ്. അതിൻ്റെ ഉത്തരമൊക്കെ ഇന്ന് പറഞ്ഞു തരാം. എന്തായാലും ഇന്നലെ ഒരുപാട് പേരത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ചിലപ്പോൾ ശരിയാവാം, തെറ്റാവാം, അത് പ്രശ്നമില്ല. നിങ്ങൾക്ക് പരസ്പരം ഡിസ്കഷൻ നടത്താം. അതിൽ ഒരു ടോപ്പിക്ക് ഞാൻ എന്നും തരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നിങ്ങൾ നടത്തുക. ഓക്കെ. അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ഇന്ന് ഇൻകം ടാക്സിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് ആദ്യം പറയുന്നത്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻകം ടാക്സ്. സോ we studied yesterday that it is a direct tax. That means the taxpayer directly paid to the authority. So it is a direct tax. And second one, it is an annual tax. Annual tax means the tax is paid at the end of the year. ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. ഒരു വർഷത്തിനാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ആനുവൽ ടാക്സ്. മന്ത്ലി ഒരിക്കലും അങ്ങനെയല്ല, ക്വാർട്ടർലി ഒന്നല്ല, ആനുവലി ഒരു വർഷത്തിനാണ് ടാക്സ് അടയ്ക്കുന്നത്. ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ഈസ് ആൻ ആനുവൽ ടാക്സ്. ആൻഡ് തേർഡ് വൺ, ദ ഇൻകം ടാക്സ് ദാറ്റ് ഈസ് കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഇൻകം ടാക്സ് നേരിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ മറ്റുള്ള ലോക്കൽ അതോറിറ്റീസിനോ കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പ്രൊഫഷണൽ ടാക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ലോക്കൽ അതോറിറ്റീസ് കളക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇൻകം ടാക്സ് മാത്രം അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, ദ റേറ്റ് ഓഫ് ഇൻകം ടാക്സ്. അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ദാറ്റ് ഈസ് ഫിക്സഡ് ബൈ ആനുവൽ ഫിനാൻസ് ആക്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓരോ വർഷവും നമുക്ക് ബഡ്ജറ്റ്, ഫിനാൻസ് ആക്ട് പാസ്സാക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. ഓരോ വർഷത്തെയും ഫിനാൻസ് ആക്ടിലൂടെയാണ് ഇൻകം ടാക്സ് റേറ്റ് നിശ്ചയിക്കുന്നത്. ബഡ്ജറ്റിൽ ഓരോ വർഷവും പറയും ഈ വർഷത്തെ, ഇപ്പോൾ നമുക്കറിയാം ടാക്സ് പരിധി നിശ്ചയിക്കും. ഒരു വ്യക്തി ഇത്ര വരുമാന പരിധിക്ക് മുകളിലാണെങ്കിൽ ടാക്സ് അടയ്ക്കണം. അത് ഓരോ ഫിനാൻഷ്യൽ ഇയറിലും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഓരോ വർഷത്തെയും ഫിനാൻസ് ആക്ട് അല്ലെങ്കിൽ ബഡ്ജറ്റിലൂടെയാണ് നമ്മുടെ ഇൻകം ടാക്സ് റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്നത്. സോ ഹൂ ഫിക്സ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ഫിനാൻസ് ആക്ട്. ഓക്കെ. ദെൻ ഇന്ത്യയിൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 ഹെഡ്സിലൂടെയാണ്. ഒരാൾക്ക് 5 രീതിയിലാണ് ഇൻകം കിട്ടുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 5 ഹെഡ്സ്. ഫസ്റ്റ് ഹെഡ് ഈസ് ഇൻകം ഫ്രം സാലറി. അതായത് ഒരു എംപ്ലോയിക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്നും കിട്ടുന്ന വരുമാനങ്ങളെയാണ് ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടുത്തുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഒരു വ്യക്തിക്ക് ഒരുപാട് ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അത് റെൻറ്റിന് കൊടുക്കാം. ആ റെൻറ്റിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ആൻഡ് തേർഡ് വൺ, ക്യാപിറ്റൽ ഗെയിൻ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരാൾ ചിലപ്പോൾ അയാളുടെ സ്ഥലം വിൽക്കാം, അതുപോലെ പേഴ്സണലായിട്ടുള്ള ചിലപ്പോൾ ജ്വല്ലറി വിൽക്കാം. അപ്പോൾ അതിൽ നിന്നെല്ലാം അയാൾക്ക് വരുമാനം ലഭിക്കാം. അപ്പോൾ ഇങ്ങനെ ഷെയറുകൾ വിൽക്കാം. മുമ്പ് വാങ്ങിച്ച ഷെയറുകൾ ചിലപ്പോൾ ആ ഫിനാൻഷ്യൽ ഇയറിൽ വിൽക്കാം. അപ്പോൾ ഷെയറുകൾ, സ്ഥലം വിൽക്കുക, ഇങ്ങനെ പ്രോപ്പർട്ടീസ് വിൽക്കാം. ഒരു ബിൽഡിംഗ് അയാൾ ആ വർഷം വിൽക്കാം. അപ്പോൾ അങ്ങനെയുള്ളതിൽ നിന്നും കിട്ടുന്ന ലാഭത്തെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരാൾ ബിസിനസ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ, ഒരു CA ആവാം, ഡോക്ടർ ആവാം, അങ്ങനെ ഒരു പ്രൊഫഷൻ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരു എംപ്ലോയി അല്ലാതെ സ്വന്തമായിട്ടൊരു ക്ലിനിക്കൊക്കെ നടത്തുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെ ബിസിനസ്സോ പ്രൊഫഷനോ റൺ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ലാഭം. ആൻഡ് ലാസ്റ്റ് വൺ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ മുകളിൽ പറഞ്ഞ 4 ഹെഡിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ചില ഇൻകംസ് ഉണ്ടായിരിക്കും. അത് വരുന്നതാണ് ഇൻകം ഫ്രം അതർ ഹെഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ഒരു ലാർജ് എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് ഓരോ വർഷവും അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ പലിശ ലഭിക്കാം. അപ്പോൾ അതെല്ലാം ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, അതുപോലെ ഡിവിഡൻറ്റ്, ഒരാൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൽ നിന്ന് ഡിവിഡൻറ്റ് കിട്ടും. ഇതെല്ലാം നേരത്തെ പറഞ്ഞ 4 ഹെഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്,
It is an annual tax. It is collected by central government, and the rate of income tax that is fixed by Annual Finance Act, and the income tax calculated under 5 heads. Okay, clear? Okay, then we are going to study about the different definition or different concepts we are going to discuss in this income tax. ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡെഫിനിഷൻസ് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുകയും വേണം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻസ് ആയിരിക്കും. ഇതൊരു ആക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്, ഇൻകം ടാക്സ് ആക്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ സെക്ഷൻസ് നന്നായിട്ട് പഠിക്കണം. ഡെഫിനിഷൻ ആയതുകൊണ്ട് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ആക്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ പഠിക്കുകയും വേണം. അതുകൊണ്ട് ഇത് നന്നായിട്ട് കാണാതെ തന്നെ പഠിക്കുക. ഒരു ദിവസം 3 ഡെഫിനിഷൻ വെച്ചേ തരുന്നുള്ളൂ. അപ്പോൾ അന്നെന്നുള്ളത് പഠിച്ചു പോയാലേ പറ്റുള്ളൂ. ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ച് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ അതൊന്നും സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ടിത് പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ, അസസ്മെൻറ്റ് ഇയർ. That is section 2 subsection 9. Okay, once again, assessment year section 2 subsection 9. Assessment year means the period of 12 months commencing on first day of April every year and ending on 31st March of next year. Assessment year എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഫിനാൻഷ്യൽ ഇയർ എന്നാണ്. നമ്മുടെ അക്കാദമിക് ഇയർ ആണെങ്കിൽ നമുക്ക് ജൂൺ തൊട്ട് മാർച്ച് വരെയാണ്. ഓരോന്നിനും ഓരോ രീതിയിൽ. ഫിനാൻഷ്യൽ ഇയർ എന്നാണ് 1st April to 31st March ആണ്. ഓക്കെ, അപ്പോൾ 1st April to 31st March ഒരു ഫിനാൻഷ്യൽ ഇയർ, ദാറ്റ് ഈസ് കമൻസിങ് ഓൺ 1st April ആൻഡ് എൻഡിങ് ഓൺ 31st March. അങ്ങനെയുള്ള 12 മാസം കൂടിയ ആ ഒരു പീരീഡിനെയാണ് എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ അസസ്മെൻറ്റ് ഈസ് എ പീരീഡ് ഓഫ് 12 months commencing on 1st April of every year and ending on 31st March of next year. അസസ്മെൻറ്റ് ഇയറിലാണ് ഒരാൾ കഴിഞ്ഞ വർഷത്തെ ടാക്സ് അടയ്ക്കേണ്ടത്. അസസ്മെൻറ്റ് ഇയറിലാണ്. നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് അസസ്മെൻറ്റ് ഇയർ എന്താണ്, 2020-21. കാരണം ഇപ്പോഴെന്തായി 2020-21 എന്താണ് അതിൻ്റെ അർത്ഥം, 1st April 2020 to 31st March 2021. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, 2020 ഏപ്രിൽ കഴിഞ്ഞു. അപ്പോൾ ഇനി മുതൽ നമ്മൾ അസസ്മെൻറ്റ് ഇയർ മാറി. ഇതാണ് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ ഈ അസസ്മെൻറ്റ് ഇയറിലാണ് ഒരു വ്യക്തി കഴിഞ്ഞ വർഷത്തെ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ആ ഇയറിലാണ്. അസസ്മെൻറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് ദ അസസി പെയ്ഡ് ടാക്സ്. അസസി ടാക്സ് അടയ്ക്കേണ്ട വർഷമാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ കറണ്ട് അസസ്മെൻറ്റ് ഇയർ ഈസ് 2020-21. പ്രത്യേകം ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ ബുക്ക് നോക്കുമ്പോൾ അത് അസസ്മെൻറ്റ് ഇയറിൽ എന്തായിരിക്കും, ഇതിൻ്റെ 2019-2020 ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാകും. കാരണം ഓരോ ഫിനാൻസ് ആക്ട് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന നമ്മളെ ബജറ്റിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് സ്ലാബൊക്കെ മാറിയിട്ടുണ്ട്, ടാക്സ് അടയ്ക്കുന്നതിൻ്റെ രീതി മാറിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബുക്കൊന്നും വെച്ച് പഠിക്കരുത് മുഴുവനായും കാര്യങ്ങൾ. ചില കാര്യങ്ങൾ മാത്രം മാറാത്തതുണ്ടാവുള്ളൂ. മാറ്റങ്ങൾ നോക്കിയിട്ട് വേണം കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നവർ ഉപയോഗിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അസസ്മെൻറ്റ് ഇയർ. നന്നായിട്ട് പഠിക്കുക. ദെൻ പ്രീവിയസ് ഇയർ, നെക്സ്റ്റ് ഡെഫിനിഷൻ, ദാറ്റ് ഈസ് പ്രീവിയസ് ഇയർ, സെക്ഷൻ 3. സോ അസസ്മെൻറ്റ് ഇയർ സെക്ഷൻ 2 subsection 9 and previous year section 3. Previous year means the financial year immediately preceding the assessment year. അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അതായത് പ്രീവിയസ് ഇയറിലെ ടാക്സ് ആണ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ അടയ്ക്കുന്നത്. സോ പ്രീവിയസ് ഇയർ ഇസ് ദ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ. ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്. നമുക്ക് ഇൻകം ഏൺ ചെയ്ത വർഷം, പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകത്തിനാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് ചെയ്ത്. കഴിഞ്ഞ വർഷം ഒരാൾ ഒരു വർഷത്തെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിനാണ് അയാൾ ഈ വർഷം ടാക്സ് അടയ്ക്കേണ്ടത്, ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ എന്താണ് പ്രീവിയസ് ഇയർ, എന്താണ് ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞത്, 2019-20. 2019 എന്ന് പറഞ്ഞാൽ 1st April
2019 to 31st March 2020. അതാണ് കഴിഞ്ഞ വർഷം. ആ വർഷത്തെ ടാക്സ് ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ ആയിട്ടുള്ള 2020-21 അടയ്ക്കേണ്ടത്. സോ അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ അത് നന്നായിട്ട് ക്ലിയർ ആവണം. കാരണം നമ്മൾ ഇൻകം ടാക്സിൽ മുഴുവൻ ഉപയോഗിക്കുന്ന 2 വേർഡാണ് അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ. അത് വെച്ചാണ് നമ്മൾ ഫുൾ ഒരാളുടെ ഇൻകം ടാക്സ് കാൽക്കുലേഷൻസും എല്ലാം നടത്തുന്നത്. അപ്പോൾ അത് ക്ലിയർ ആക്കി വയ്ക്കുക നന്നായിട്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം, ചോദിക്കാം. ഓക്കെ. Then, and the third definition we are going to study is person. That is section 2 subsection 31. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള വ്യക്തികൾ. ദാറ്റ് ഈസ് പേഴ്സൺ. സോ പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ആരൊക്കെയാണ് പേഴ്സണിൽ വരുന്നത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഈസ് ആൻ ഇൻഡിവിജ്വൽ. സാധാ ഒരു ഇന്ത്യയിലെ ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ. എ അൺഡിവൈഡഡ് ഫാമിലി, സോറി അതിലൊരു വാക്കും കൂടി ഉണ്ട്, എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാണ്. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇത് HUF നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. HUF ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. അതായത് അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് കർത്താവാണ്. ആ കുടുംബത്തിലെ മെയിൽ മെമ്പേഴ്സിന് മാത്രമേ അതിൽ അംഗമാവാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുടുംബപരമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുടെ അവർ ഒന്നിച്ചൊരു ടാക്സ് അടയ്ക്കണം അവരുടെ സ്ഥാപനം. സോ ദാറ്റ് ഈസ് HUF or Hindu Undivided Family. And third one, a company. Okay. And fourth one, a firm, partnership firmകൾ. Then next one, an association of person or body of individuals. അതായത് ഒരുപാട് അസോസിയേഷൻസ് ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ക്ലബ്ബുകൾ, അതുപോലെ അസോസിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ മെഡിക്കൽ അസോസിയേഷൻസ്, ബാർ കൗൺസിൽ ഓഫ് വക്കീലന്മാരുടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരുപാട് അസോസിയേഷൻസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള അസോസിയേഷൻ്റെ ഒക്കെ വരുമാനം അതുപോലെ അവർ ടാക്സ് അടയ്ക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ, ലോക്കൽ അതോറിറ്റീസ്. ലോക്കൽ അതോറിറ്റീസ് ഇൻക്ലൂഡ്സ് കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റീസ്, അങ്ങനെയുള്ള പഞ്ചായത്ത് തുടങ്ങിയതാണ് അതോറിറ്റീസ്. ലോക്കൽ അതോറിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള ലോക്കൽ അതോറിറ്റീസ്. ആൻഡ് ലാസ്റ്റ് വൺ, എവറി ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ്. എവരി ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ നോട്ട് ഫാളിങ് വിത്തിൻ എനി ഓഫ് ദി പ്രൊസീഡിങ് കാറ്റഗറീസ്. ഇപ്പം മുകളിൽ പറഞ്ഞ കാറ്റഗറീസിൽ പെടാത്ത ബാക്കിയുള്ള എല്ലാ എവറി ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ദാറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. അതായത് നിയമപരമായി വന്നിട്ടുള്ള ഒരു നിയമപരമായി നിൽക്കുന്ന ചില സ്ഥാപനങ്ങളാണ് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ്. ഈ പറഞ്ഞ മുകളിലെ കാറ്റഗറീസിലൊന്നും വരാത്ത മറ്റുള്ള സ്ഥാപനങ്ങൾ. ഓക്കെ. അപ്പം ഇത്രയാണ് പേഴ്സണിൽ വരുന്നത്. സോ പേഴ്സൺ ഇൻക്ലൂഡ്സ് includes the following: an individual, an Hindu undivided family, company, a firm, an association of person or body of individuals, local authorities, and all artificial juridical persons not falling within any of the preceding categories. Okay. So ഇന്ന് 3 definitions ആണ് നിങ്ങളെ പഠിപ്പിച്ചത്. First one is assessment year, and second one is previous year, and third one is person, that is section 2 subsection 31. അപ്പോൾ ഇന്ന് തന്നെ ഈ 3 ഡെഫിനിഷനും എഴുതുകയും നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. ഓക്കെ. താങ്ക് യു.